5th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റായ നമ്പർ വേൾഡിലെ പ്ലേസ് വാല്യൂ അഥവാ സ്ഥാനവില പഠിക്കാനായിട്ട് പ്ലേസ് വാല്യൂ പോക്കറ്റ് അഥവാ സ്ഥാനവില പോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി നമുക്ക് വേണ്ടത് 3 ഡിഫറെൻറ്റ് ചാർട്ട് വേണം, ഒരു A4 ഷീറ്റ്, സ്കെയിൽ, പെൻസിൽ, ഗമ്മ് വേണം, സ്കെച്ച് പെന്നും സീസേഴ്സും. ഇതുപോലെ ഒരു പ്ലേസ് വാല്യൂ പോക്കറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലെ പ്ലേസ് വാല്യൂസ് എന്ന് പറയുന്നത് വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോർ, 10 ക്രോർ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഫസ്റ്റ് ചാർട്ട് നമുക്ക് ഒട്ടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. സെക്കൻഡ് ചാർട്ടിൽ ഫസ്റ്റ് നമുക്ക് 6 സെൻറ്റിമീറ്റർ വരുന്ന 9 സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുക്കണം. ശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്നും 3 സെൻറ്റിമീറ്റർ വരുന്ന സ്ക്വയേഴ്സ് കട്ട് ചെയ്ത് മാറ്റണം. സെയിം ചാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മുകളിലും താഴെയും ഒരു ക്യാപ്പ് പോലെ കിടക്കുന്ന ട്രയാങ്കിൾസ് വെട്ടിയെടുക്കണം. ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ ആവാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ 18 അഥവാ 18 ട്രയാങ്കിൾസാണ് നമുക്ക് വെട്ടിയെടുക്കേണ്ടത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചാർട്ട് ഉപയോഗിച്ച് 1 സെൻറ്റിമീറ്റർ ഒരു സ്കെയിലിൻ്റെ വിഡ്ത്തിൽ അഥവാ വീതിയിൽ 36 സെൻറ്റിമീറ്റർ ലെങ്ത്ത് അഥവാ നീളം വരുന്ന 9 പീസ് വെട്ടിയെടുക്കണം. ശേഷം അതിനെ 3 സെൻറ്റിമീറ്റർ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ തുല്യ ഭാഗങ്ങളാക്കി മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് 12 ഈക്വൽ പാർട്സ് കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഈ പീസസിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും വരുന്ന ആ 2 ബോക്സസ് ഒഴിവാക്കി ബാക്കി ബോക്സസിലൊക്കെ 0 മുതൽ 9 വരെ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ എഴുതണം. നേരത്തെ വെട്ടി വെച്ചിരിക്കുന്ന ട്രയാങ്കിൾ എടുത്ത് ഇതിൻ്റെ ടോപ്പിൽ ഇതുപോലെ ഒട്ടിക്കുക. ഈ ക്യാപ്പിൻ്റെ മുകളിലൊക്കെ നമുക്ക് പ്ലേസ് വാല്യൂ എഴുതാനായിട്ട് A4 ഷീറ്റ് ചെറുതായി കട്ട് ചെയ്തിട്ട് അതിൽ വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോർ, 10 ക്രോർ എന്ന് എഴുതിയിട്ട് ആ പീസുകൾ ഇതിൻ്റെ ടോപ്പിൽ ഒട്ടിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് എടുത്തിരിക്കുന്ന ചാർട്ടിന് ഒരു ഔട്ട്ലൈൻ വരച്ച് മുകളിൽ ഒരു പ്ലേസ് വാല്യൂ എന്ന് ഹെഡിങ് എഴുതിയ ശേഷം സെൻറ്ററിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്വയേഴ്സ് 9 എണ്ണം ഇതുപോലെ ഒട്ടിക്കാം. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്ക്വയേഴ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലെയും ഭാഗത്ത് മാത്രമേ ഗം തേക്കാൻ പാടുള്ളൂ. ഒട്ടിച്ച ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്പേഴ്സ് എഴുതിയ സ്ട്രിപ്പ് ഇതിനുള്ളിലൂടെ അകത്തേക്ക് വലിച്ചിടുക. സ്ട്രിപ്പ് ഇടുമ്പോൾ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ഓർഡറിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കണേ. വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോർ, 10 ക്രോർ. ഇനി നമുക്ക് താഴെ വരുന്ന ഭാഗത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രയാങ്കിൾ പീസസ് ഒട്ടിച്ചു വയ്ക്കാം. പ്ലേസ് വാല്യൂ പോക്കറ്റ് റെഡി ആയില്ലേ? ഇനി നമുക്ക് ഒരു നമ്പർ ഈ പ്ലേസ് വാല്യൂ പോക്കറ്റിൽ റെഡിയാക്കി വെച്ചാലോ. നമ്മൾ റെഡിയാക്കാൻ പോകുന്ന നമ്പർ 25 ക്രോർ 65 ലാക്ക് 32,714. വൺസിൻ്റെ പ്ലേസിൽ 4, ടെൻസിൻ്റെ പ്ലേസിൽ 1, 100ൻ്റെ പ്ലേസിൽ 7, 1000ൻ്റെ പ്ലേസിൽ 2, 10,000ൻ്റെ പ്ലേസിൽ 3, ലാക്കിൻ്റെ പ്ലേസിൽ 5, 10 ലാക്കിൻ്റെ പ്ലേസിൽ 6, ക്രോറിൻ്റെ പ്ലേസിൽ 5, 10 ക്രോറിൻ്റെ പ്ലേസിൽ 2. ഇനി ഇതുപോലെ പ്ലേസ് വാല്യൂ പോക്കറ്റ് ഉണ്ടാക്കി നിങ്ങളും വ്യത്യസ്ത നമ്പറുകൾ ഉണ്ടാക്കി നോക്കില്ലേ?